പാൽവില വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധം. എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ തിരുവനന്തപുരത്തെ മിൽമ ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. വില കൂട്ടാത്തതിൽ പ്രതിഷേധിച്ച് മിൽമയുടെ വിശേഷാൽ പൊതുയോഗത്തിൽ നിന്ന് എറണാകുളം മേഖലാ യൂണിയൻ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ ഒരു വർഷമായിട്ട് പാലിന് വില കൂട്ടണം. കേരളത്തിലെ ക്ഷീരകർഷകർക്ക്, ചെറുകിട കർഷകർക്കും, ഫാം സെക്ടറിലുള്ള കർഷകർക്കും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പാലിൻ്റെ വില കൂട്ടണം എന്നുള്ള നിവേദനം 3 മേഖലാ യൂണിയനെ കിട്ടി ഫെഡറേഷൻ തലത്തിൽ ചർച്ച നടത്തി. മന്ത്രി, ക്ഷീരവികസന വകുപ്പ് മന്ത്രിയും ചർച്ച നടത്തി. പാലിന് വില കൂട്ടാമെന്ന് സമ്മതിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നടത്താമെന്നുള്ള വാഗ്ദാനത്തിന് മേലാണ് ഇതുവരെ നിന്നത്. എന്നാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നവംബർ 9 നടന്നു. ഇത്രയും കാലമായിട്ടും പാലിന് വില കൂട്ടാത്ത സാഹചര്യത്തിലാണ് ഇന്ന് വിശേഷാൽ പൊതുയോഗം ഫെഡറേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വിചാരിച്ചു പാൽ വില കൂട്ടാനായിരിക്കുമെന്ന്. പാൽ വില കൂട്ടാനുള്ള അതിൻ്റെ റിനു ശ്രീധറാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. റിനു, എന്തുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് കടക്കാതെ പോയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ റിനു? ഉന്മേഷം, ഞാനിപ്പോൾ നിൽക്കുന്നത് മിൽമയുടെ ആസ്ഥാനത്താണ്. മിൽമ ആസ്ഥാനത്ത് ഇപ്പോൾ എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ പ്രതിഷേധിക്കുകയാണ്. ഇന്ന് വിശേഷാൽ പൊതുയോഗം മിൽമ ഫെഡറേഷൻ ചേർന്നിരുന്നു. പക്ഷേ അതിൽ നിന്ന് മിൽമ യൂണിയനുകൾ ഇറങ്ങിപ്പോകുന്ന, എറണാകുളം മേഖലാ യൂണിയൻ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെ തന്നെ മിൽമ പാൽ വില വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമെടുത്തിരുന്നു. 10 രൂപ വില വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് അറിയിച്ചത്. പക്ഷേ അതിലൊരു തീരുമാനമെടുത്തില്ല. ക്ഷീരമേഖല വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ഇവർ വാദിക്കുന്നത്. എന്തായാലും ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ 10 രൂപ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത്. എന്നാൽ 3 മേഖലാ യൂണിയന്റെയും നേതാക്കന്മാർ, ചെയർമാൻമാർ ചർച്ച ചെയ്ത് ഫെഡറേഷൻ തലത്തിൽ ഫെഡറേഷൻ ചെയർമാനും സർക്കാർ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ 4 രൂപ വരെയെങ്കിലും നീട്ടണം, കൂട്ടാമെന്നുള്ളതാണ് തീരുമാനമായിരിക്കുന്നതാണ് ഞങ്ങളെ ബോർഡിൽ ഞങ്ങളെ അറിയിച്ചത്. പക്ഷേ ആ 4 രൂപ പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൂട്ടാമെന്ന് ഒരു പത്രപ്രസ്താവനയിലൂടെ മന്ത്രിയും പറഞ്ഞിരുന്നു. മന്ത്രി പറഞ്ഞിട്ട് പോലും ഫെഡറേഷൻ ചെയർമാൻ ഇതിന് അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിലാണ് ഈ വിശേഷാൽ പൊതുയോഗം നടത്തുന്നതിൽ ഞങ്ങൾ പ്രതിഷേധിച്ച് കേരളത്തിലെ ക്ഷീരകർഷകർ ഇന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതിൻ്റെ പോലും ഈ പാൽവില വർധനവ് ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് എടുത്ത തീരുമാനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ഞങ്ങൾ വാക്കൗട്ട് നടത്തിയത്. നേരത്തെ മന്ത്രി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാൽവില കൂട്ടുമെന്ന് ഉറപ്പ് തന്നിരുന്നു. തന്നെയും തന്നിരുന്ന ആ തീരുമാനം ഫെഡറേഷൻ നടപ്പിലാക്കണം. മിൽമയാണ് നടപ്പിലാക്കേണ്ടത്. മിൽമയാണ് ഈ തീരുമാനം നടപ്പിലാക്കേണ്ടത്. അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ വാക്കൗട്ട് നടത്തുന്നത്. പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുക. തീർച്ചയായിട്ടും കേരളത്തിലെ ക്ഷീരകർഷകരോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും. എങ്ങനെയാണ് ഉന്മേഷ, വലിയ പ്രതിസന്ധി ഉൽപാദന മേഖലയിലുണ്ട്, മിൽമ ഉൽപാദന മേഖലയിലുണ്ട്. അത് കടന്ന് അത് സർക്കാർ അനുവദിക്കാത്തത്, അതായത് മിൽമ പാൽവില വർധനവ് അനുവദിക്കാത്തതിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ എറണാകുളം മേഖലാ യൂണിയൻ അംഗങ്ങൾ പറയുന്നത്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.